നവദ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിതനായി കഴിഞ്ഞു. അദ്ദേഹം ചുമതലയേറ്റു. അദ്ദേഹത്തിന്റെ ഒരു ഒഫീഷ്യൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് കണ്ണൂരിൽ നിന്നാണ് ആരംഭിക്കുന്നത്. കണ്ണൂരിൽ ഒരു അവലോകന യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. പക്ഷെ പ്രശാന്ത് സാർ, കേരളത്തിൽ ഇന്നേ വരെ ഒരു പോലീസ് മേധാവിയായി അതിന്റെ തലപ്പത്ത് ഒരാൾ എത്തുമ്പോൾ ഇത്രയേറെ വാർത്തകളിലൊന്നും നിറഞ്ഞു നിന്നിട്ടില്ല. പക്ഷേ രവത ചന്ദ്രശേഖറിന്റെ പേര് ഇന്നലെ മുതൽ, അല്ലെങ്കിൽ രവത ആയിരിക്കാം ഒരുപക്ഷെ പോലീസ് മേധാവി എന്ന സൂചനകൾ പുറത്തു വരുമ്പോൾ മുതൽ അദ്ദേഹം വാർത്തകളിൽ ഇടം പിടിക്കുന്നു, പലതരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിൽ രവട ചന്ദ്രശേഖർ ചോദിച്ചു വാങ്ങിയൊരു പോസ്റ്റാണ് ഈ നിയമനം എന്നും അറിയുന്നു. എന്തൊക്കെയാണ് രവത ചന്ദ്രശേഖർ പോലീസ് മേധാവിയായി എത്തുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് വരുന്നു? ചർച്ച വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രവത ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ പറ്റി നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഇപ്പം എനിക്ക് തോന്നുന്നു കേന്ദ്രത്തിൽ ഒരു വലിയ പദവി ഏറ്റെടുത്തതിന് ശേഷം 2 ആഴ്ച എങ്ങാണ്ടായിട്ടേ ഉള്ളൂ. അതായത് കേന്ദ്രത്തിലെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതല ഉൾപ്പെടെയുള്ള കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ സുരക്ഷാ ചുമതലയുള്ള ക്യാബിനറ്റ് സെക്രട്ടറി, വലിയ വലുപ്പത്തിലുള്ള പോസ്റ്റാണ്. ഈ പോസ്റ്റിനകത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നാളെ കാലത്തെ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിർവഹിച്ചാൽ ഒരു പക്ഷേ പെൻഷൻ ആയതിനു ശേഷവും ഈ അജിത് ഡോവൽ അതുപോലെയുള്ള ആൾക്കാരുടെ കൂട്ട് ഉയർന്ന പദവി വഹിക്കാൻ യോഗ്യനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആയിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, ഇത്തരത്തിൽ ഒരു പദവി അദ്ദേഹത്തിന് കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ പദവി കൊടുക്കണമെങ്കിൽ അതിന് യോഗ്യനാണോ, കഴിവുള്ളവരാണോ, അർഹതയുള്ളവരാണോ എന്നുള്ള അന്വേഷണങ്ങൾ നമ്മുടെ രഹസ്യാന്വേഷണ സംവിധാനത്തിന്റെ ഏറ്റവും അവസാന അല്ലെങ്കിൽ പട്ടാള രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവർ പരിശോധിച്ചതിന് ശേഷമാണ് കൊടുക്കുന്നത്. കാരണം ആ ചുമതല എവിടെയാണ് ആ ചുമതല, അതിനകത്ത് ആ ഉദ്യോഗസ്ഥൻ എത്ര ക്ലാരിറ്റി ഉള്ളവനായിരിക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള ഒരു കാര്യമുണ്ട്. ഇവിടെ വരുമ്പോൾ ഇവിടെ രവത ചന്ദ്രശേഖരൻ ഡി ജി പി ആകുന്നതിനകത്ത് പണ്ട് കണ്ണൂരെങ്ങാണ്ട് വന്നു. കണ്ണൂർ കൂത്തുപറമ്പ് നടന്നപ്പം അദ്ദേഹം അവിടുത്തെ ASP ആയിരുന്നു. കണ്ണൂർ കൂത്തുപറമ്പ് ഇത് നടന്നപ്പോൾ അദ്ദേഹം അവിടെ ASP ആയിട്ട് ജനിച്ചു വീണൊന്നും അല്ലല്ലോ. അദ്ദേഹം അന്ന് ആ ബാച്ച് വന്നു. ASP എന്ന് പറയുന്നത് നമ്മുടെ DYSP റാങ്ക്. IPS കാരാകുമ്പോൾ ആ പോസ്റ്റിന് ASP എന്നാണ് പേരിടുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരാൾ SI ആയിട്ട് വരുന്ന സമയത്ത് പ്രൊബേഷൻ ടൈം എന്ന് പറയുന്ന ടൈം ഉണ്ട്. SI ആകുന്ന അല്ലെങ്കിൽ പൂർണ്ണ SI ആകുന്നതിന് മുമ്പ് ട്രെയിനിങ് ടൈം, പ്രൊബേഷൻ ടൈം. ഈ IPS കാരുടെ പ്രൊബേഷൻ ടൈമാ ഈ പറയുന്ന DYSP റാങ്കിൽ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പഠിക്കുന്നതിന് വേണ്ടിയുള്ള പ്രൊബേഷൻ ടൈമിനകത്ത് ഒരു പോസ്റ്റാ വരുന്നത്. ആ പോസ്റ്റ് അദ്ദേഹം അവിടെ ഇരുന്നു. ഈ പറയുന്ന കണ്ണൂർ കൂത്തുപറമ്പ് വെടിവയ്പിൽ 5 CPM അല്ലെങ്കിൽ DYFIയുടെ ആൾക്കാർ മരിക്കുകയും ഈ പറയുന്ന പുഷ്പൻ എന്ന് പറയുന്ന ആള് വളരെ എണീക്കാൻ വയ്യാത്ത അവസ്ഥയിൽ കൊല്ലങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം മരിക്കുകയൊക്കെ ചെയ്തു. ഇതിനകത്ത് ഈ പറയുന്ന രവത ചന്ദ്രശേഖരൻ എന്ത് റോളാ ഉള്ളത്? രവത ചന്ദ്രശേഖർ ഈ ആക്രമണം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് മാത്രം അവിടെ വന്ന് ചാർജ് എടുത്ത ഒരു മനുഷ്യനാ. അന്ന് അവിടെ ഒരു ആക്രമണം നടക്കുന്നു, അവൻ ASP അദ്ദേഹം ആവുന്നു. അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിനാണോ ഇതിന് ഓർഡർ ഇടാനുള്ള അധികാരം? അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ അന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി UDFന്റെ അന്ന് മന്ത്രിയായിരുന്ന എം വി രാഘവന്റെ അടുത്ത് അവിടെ അദ്ദേഹം ചെല്ലുമെന്ന് അന്ന് സ്വാശ്രയ സമരം ഏറ്റെടുത്ത് DYFI മുന്നോട്ട് പോകുന്ന ഒരു അവസരത്തിൽ ആ ഒരു സമരവുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു സ്വാശ്രയ സമരം. അപ്പൊ അന്ന് എം വി രാഘവൻ അറിയാമല്ലോ. എം വി രാഘവൻ എന്ന് പറയുന്ന ആൾ CPMന്റെ ഏറ്റവും വലിപ്പത്തിലുള്ള നേതാവ്. അതിനകത്തുനിന്ന് പിളകിപ്പോയി പാർട്ടിയും അല്ലെങ്കിൽ അദ്ദേഹവും തമ്മിൽ വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും മത്സരങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നേതാവ് UDF. അയാൾ കണ്ണൂർ വരുന്നെന്ന് പറഞ്ഞു. കണ്ണൂർ അദ്ദേഹം വരുന്നതും അദ്ദേഹം ഈ ഉത്തരവാദിത്തത്തിലുള്ള മന്ത്രിയാവുമ്പോഴും അതിനെതിരെ സമരം നടത്തിയിരിക്കുന്ന DYFI വലിയൊരു സംഘർഷം അല്ലെങ്കിൽ സമരം അവിടെ സംഘടിപ്പിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധിക്കാൻ നിൽക്കുന്നു. അന്ന് പറഞ്ഞതാ എം വി രാഘവന്റെ അടുത്ത് ഇന്റലിജൻസ് റിപ്പോർട്ട്, രഹസ്യാന്വേഷണ വിഭാഗം യാതൊരു കാരണവശാലും അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണിയുണ്ട്, അവിടെ പോകരുത്. പുള്ളി മസിൽ പിടിച്ചാ അവിടെ പോയത്. പുള്ളിക്ക് പോയേ ഒക്കത്തുള്ളൂ. മന്ത്രി മസിൽ പിടിക്കുകയാണ്, അങ്ങനെ പോകാൻ പാടില്ല. അവിടെ പോയേ ഒക്കത്തുള്ളൂ. അവിടെ ചെന്നു. അവിടെ ഈ പറയുന്ന കണ്ണൂർ എന്ന് പറയുന്ന പ്രദേശത്തെ പറ്റി അറിയാമല്ലോ, അവിടുത്തെ CPMന്റെ ശക്തിയെ പറ്റി അറിയാമല്ലോ. എല്ലാ പാർട്ടിക്കാർക്കും അവരുടെ പ്രദേശ ശക്തിയുള്ളതും ശക്തി തെളിയിക്കാൻ സാധിക്കുന്നതുമായിട്ട് രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന മറ്റ് ജില്ലകളെക്കാട്ടിൽ വലിയ കുഴപ്പമുള്ള ഒരു ജില്ലയാണ്. അവിടെ സംഘടിച്ചു. ആയിരക്കണക്കിന് ആൾക്കാർ വന്നു, അല്ലെങ്കിൽ 10,000-കണക്കിന് ആൾക്കാർ വന്നു. ഈ ആൾക്കാരെ നിയന്ത്രിക്കാൻ പറ്റാതെയായി. മന്ത്രി ക്രൗഡിന്റെ ഇടയ്ക്കായി പോയി. മന്ത്രിയെ കൊല്ലുന്നതിന് വരെ തീരുമാനിച്ച്
അയാളുടെ അടുത്ത് ചെന്നപ്പോൾ അയാളെ രക്ഷിക്കുന്നതിന് വേണ്ടി പോലീസിനും അല്ലെങ്കിൽ അത്തരത്തിൽ ഭരണ ഇത് ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ ആരാ? ഭരണഘടന സംരക്ഷണം കിട്ടേണ്ട ആളല്ലേ? അല്ലെങ്കിൽ അത്തരത്തിൽ അദ്ദേഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി പോലീസിന് ഏറ്റവും അവസാനം വെടിവെക്കേണ്ടി വന്നു. ആ വെടിവെപ്പിലാണ് ഈ 5 പേര് മരിക്കുന്നത്. ആ വെടിവെപ്പിൽ വെടിവെക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം ചെയ്യേണ്ടി വന്നു. അന്ന് അവിടുത്തെ ASP ആണെന്ന് പറഞ്ഞിട്ട് അയാളെ ഇവിടെ കൊണ്ടുവന്ന് എന്തിനാ? രക്തസാക്ഷികളോടുള്ള എന്തോ ഇതല്ലേ, പിണറായി വിജയന്റെ അമ്മാവന്റെ മോനല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ബഹളം വെച്ചോണ്ടിരിക്കുന്നു. ഇദ്ദേഹം കൃത്യമായിട്ട് ജോലി ചെയ്യുന്നു, IPS കാരനാവുന്നു, അയാളെ അന്ന് അവിടെ നിയമിക്കുന്നു, അവിടെ നിന്നൊരു വെടിവെപ്പ് ഉണ്ടാവുന്നു, അതിനകത്ത് അദ്ദേഹത്തിന് ഇൻവോൾവ് ആവേണ്ടി വരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ പേരിൽ, ഈ വെടിവെപ്പിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പേരിൽ ആരോപണം വരുന്നു. ആ ആരോപണം കോടതിയിൽ നിന്നാണ് ഇയാളെ കോടതി പറഞ്ഞു അദ്ദേഹത്തിന് യാതൊരു പങ്കുമില്ല, അദ്ദേഹം അതിനകത്തുനിന്ന് മുക്തനായത് അങ്ങനാ. കോടതി വരെ ഈ കേസ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ആരോപണം വന്നു. അപ്പം അതിനകത്തുനിന്ന് മുക്തനായത് അങ്ങനെ. പിന്നെ CPM-ന് അകത്തുള്ള പ്രശ്നം വെച്ചിട്ട് ഈ പറയുന്ന ഒരു DGP വന്നതിന് P ജയരാജൻ കാര്യം പറയുന്നത്, P ജയരാജൻ കാര്യം പറയുന്ന ഒരു പ്രശ്നം ഉണ്ടായിക്കൊള്ളട്ടെ. റവദാ ചന്ദ്രശേഖരന്റെ പ്രശ്നമോ അല്ലെങ്കിൽ റവദാ ചന്ദ്രശേഖരന്റെ കുഴപ്പമൊന്നുമല്ല. ജയരാജന് ഈ ഒരു കെയർ ഓഫിൽ CPM-നെ അടിക്കാൻ കിട്ടുന്ന ഒരു വടി അതെടുത്ത് അയാൾ ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് ഈ പറയുന്നത് പോലെ പിണറായി നോക്കിയത് ഞാൻ വിചാരിക്കുന്നത്, ഇത്രയും നല്ലൊരു ഉദ്യോഗസ്ഥൻ DGP ആയിട്ട് വന്നോട്ടെ, പല പേരുകളും ഒരേപോലെ സീനിയോറിറ്റി ഉള്ളവരുടെ വന്നപ്പോൾ അതിനകത്ത് പ്രഗത്ഭനായിട്ടുള്ള ഒരാളെ കേരളത്തിന്റെ വെളിയിൽ നിന്ന് എടുക്കണമെങ്കിൽ എനിക്ക് മനസ്സിലാവുന്ന എന്റെ ബുദ്ധിയിലുള്ള പിണറായി വിജയൻ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ സുരക്ഷാ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം. ആ സംസ്ഥാനത്തിനകത്ത് സുരക്ഷാ വീഴ്ചയെ പരിഹരിക്കാൻ പ്രാപ്തമായിട്ട് കേന്ദ്രം കണ്ടെത്തി അവിടെ അല്ലെങ്കിൽ അത്തരത്തിൽ സെക്രട്ടേറിയറ്റിൽ ആ രീതിയിലുള്ള സുരക്ഷ വേണ്ടിടത്ത് അതിന്റെ ചുമതല കൊടുത്തിരുന്ന കേന്ദ്ര സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആളിനെ തന്നെ കിട്ടിയാൽ കേരളത്തിനകത്തെ ഭീഷണികൾ, അല്ലെങ്കിൽ മതമൗലികവാദികളുടെ ഭീഷണികൾ, ഗുണ്ടകളുടെ ഭീഷണികൾ, അത്തരത്തിലുള്ള പോക്കിന് വളരെ കൃത്യമായിട്ട് ഇടപെടാൻ പറ്റുന്ന ഒരു ആളായിട്ട് കണ്ടായിരിക്കും അയാളെ തന്നെ ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിച്ചത്. പിന്നെ അദ്ദേഹത്തിന് താല്പര്യം കാണും. ഇപ്പൊ ഞാനൊരു IAS കാരനാണെങ്കിൽ നമുക്കൊരു സംസ്ഥാനത്തിന്റെ മാത്രം ചുമതല കിട്ടുന്നത്, പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ല, സംസ്ഥാനത്തിന്റെ മാത്രം ചുമതല കിട്ടുന്ന ഒരു പോലീസ് മേധാവി അദ്ദേഹം കഴിഞ്ഞല്ലേ ബാക്കി പോലീസിലൂടെ വരുന്നത്. മാത്രമല്ല അദ്ദേഹത്തിനകത്ത് അദ്ദേഹം അങ്ങനെ വരുമ്പോൾ ഒരു വല്ലാത്ത പൊസിഷനാണ്. ചീഫ് സെക്രട്ടറി ആയിട്ടിരിക്കാൻ ഒരു IAS ആഗ്രഹിക്കും. ചീഫ് സെക്രട്ടറി ആയിട്ട് പെൻഷൻ പറ്റിയാൽ കൊള്ളാം, ജോലി കിട്ടുമ്പോഴേ ആഗ്രഹിക്കുന്നതാ. അതൊക്കെ ഒരു നമ്മുടെ ജോലിയോടുള്ള പാഷനാണ്. ഇദ്ദേഹം ആഗ്രഹിച്ചു കാണും, എനിക്ക് ആ സീനിയോറിറ്റി ഉണ്ട്, എനിക്ക് ആ പൊസിഷൻ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ. അപ്പൊ അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യും. അല്ലാതെ ഇവിടെ വന്ന് പിണറായി വിജയന്റെ കാലം പിടിച്ചോന്നല്ല. പിണറായി വിജയന്റെ ഞാൻ തിരക്കി, പിണറായി വിജയന്റെ അമ്മാവന്റെ പോലും അല്ല കേട്ടോ. അപ്പം അതിനകത്ത് അച്ഛൻ തൃശ്ശൂരിനെ ഇവിടുന്ന് വന്നു, മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞിട്ടുള്ള ചർച്ചയുടെ കാര്യമൊന്നുമില്ല. ഇത്തരത്തിൽ ഉദ്യോഗസ്ഥന്മാരെ, ഒരേ സീനിയോറിറ്റി ഉള്ള ഉദ്യോഗസ്ഥന്മാരെ താല്പര്യമുള്ളവരുടെ ലിസ്റ്റ് കൊടുക്കാൻ കേന്ദ്രം പറയും. കേന്ദ്രം അവരെ പറ്റി പരിശോധിക്കും, അവരുടെ ഇതുവരെയുള്ള സർവീസ് ബുക്ക് പരിശോധിക്കും. അതിനകത്ത് എന്തെങ്കിലും അലിഗേഷൻ, അതിൽ അജിത് കുമാറിനെ മാറ്റി നിർത്തേണ്ടി വന്നതിനകത്ത് അജിത് കുമാറിന്റെ പേരിൽ എന്തോ അലിഗേഷൻ ഉണ്ട്. കേന്ദ്രം പറഞ്ഞു അയാളെ ലിസ്റ്റിൽ നിന്ന് മാറ്റാൻ പറഞ്ഞു. ഈ പറയുന്നത് കേന്ദ്രം കൊടുക്കുന്ന ലിസ്റ്റിനകത്തുനിന്ന് ആൾക്കാരെ വെട്ടാൻ കേന്ദ്രത്തിന് അധികാരം ഉള്ളതുപോലെ, ആഭ്യന്തര വകുപ്പിന് അധികാരം ഉള്ളതുപോലെ, ഇവിടെ തിരിച്ച് ഒരു 4-5 പേരുടെ ലിസ്റ്റ് അവർ കൊടുക്കുന്ന 10 പേരുടെ ആണെങ്കിൽ മിനിമം ഇത്ര പേരുടെ ലിസ്റ്റ്, 4 പേരുടെ ലിസ്റ്റ് തിരിച്ചു കൊടുത്തിട്ട് പറയും, ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളവരെ, അല്ലെങ്കിൽ ഈ 4 പേരും ഞങ്ങൾക്ക് അപമേത്യരല്ല, അല്ലെങ്കിൽ കുഴപ്പക്കാരായിട്ട് തോന്നുന്നില്ല, ഇതിനകത്തുനിന്ന് നിങ്ങൾ ഒരാളെ തെരഞ്ഞെടുത്തോളൂ എന്ന് കേന്ദ്രം പറയും. അപ്പൊ അതിനകത്ത് തെരഞ്ഞെടുക്കാനുള്ള അധികാരം ഏത് ഗവൺമെന്റിനായാലും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതിനകത്ത് ഇന്നാളെ വേണമെന്ന് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ചാനൽ ചർച്ച ഇരുന്നാലും തീരുമാനിച്ചാലോ, ഞാൻ തീരുമാനിച്ചാലോ, റിപ്പോർട്ടർ TV തീരുമാനിച്ചാലോ, ഏഷ്യാനെറ്റ് തീരുമാനിച്ചാലോ, മാതൃഭൂമി തീരുമാനിച്ചാലോ ഒന്നും കാര്യമില്ല. അധികാരത്തിൽ വരുന്ന ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന മാൻഡേറ്റ് ഉള്ള ഇപ്പൊ മന്ത്രിസഭാ യോഗം കൂടി തീരുമാനിക്കും ഇന്നാളെ മതി. അവരുടെ തീരുമാനത്തിനകത്തൊരു അവരെടുക്കുന്ന ഒരു കാര്യം കാണും, അല്ലെങ്കിൽ ഇന്ന ഗുണമുള്ള ആൾ, അല്ലെങ്കിൽ ഇന്നാൾ താല്പര്യമുള്ള ആളെന്നൊക്കെ വരും. അപ്പൊ അത് തന്നെയാണ് കാര്യം. അല്ലാതെ ഈ ചർച്ചയ്ക്കോ ഈ ആരോപണത്തിനോ ഒന്നും കാര്യമില്ല. മാത്രമല്ല ഇന്ന് കണ്ണൂർ ആദ്യത്തെ യോഗം, കണ്ണൂർ തന്നെ പുള്ളിയെ ഏൽപ്പിച്ചു, കണ്ണൂരെ പുള്ളിയെ അടിച്ച് നിരപ്പാക്കാൻ അങ്ങോട്ട് ഏൽപ്പിച്ചതുപോലെ, കണ്ണൂർ ഏൽപ്പിച്ചത് അദ്ദേഹത്തെ രാവിലെ ഏൽപ്പിച്ച് വേറെ കാര്യമൊന്നുമില്ല. അവിടെ മുഖ്യമന്ത്രി ഉള്ളിടത്ത് ചെല്ലണം. മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഉള്ളിടത്ത് ചെല്ലണം. ഉദ്യോഗസ്ഥന്മാർ വിളിച്ച് അവിടെ ചെന്നേ ഒക്കത്തുള്ളൂ. പുള്ളിക്ക് അവിടെ ആവശ്യമുണ്ടായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരിക്കും. അദ്ദേഹം കണ്ണൂരായതുകൊണ്ട് ഒരുപക്ഷെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരെ ഇന്നിടത്ത് വെച്ച് യോഗം വിളിച്ചിരിക്കും, അവിടെ ചെന്നല്ലേ മതിയാകത്തുള്ളൂ. അല്ലാതെ അങ്ങോട്ട് ചാർജ് എടുക്കുന്ന അന്ന് തന്നെ കണ്ണൂർ വിളിച്ചിട്ട് കണ്ണൂരുകാരെ എല്ലാം കാണിക്കുന്നതിനോ, അല്ലെങ്കിൽ എന്നെ റവദാ ചന്ദ്രശേഖർ സ്വന്തമായിട്ട് ഞാൻ വീണ്ടും കണ്ണൂർ വന്നടാ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ചെന്നതല്ല. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ. അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും രക്തസാക്ഷികളെ ഈ പറഞ്ഞതുപോലെ
തള്ളിക്കളഞ്ഞു, കൊന്നു, അല്ലെങ്കിൽ അവരോട് മമത കാണിച്ചില്ല, രക്തസാക്ഷികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി റവട ചന്ദ്രശേഖരനെ വീണ്ടും കൊണ്ടുവന്നു. എന്റെ പൊന്നെ, ഈ കോൺഗ്രസ്സുകാരന്റെ കുറെ നേതാക്കന്മാരും ബി ജെ പിക്കാരനും മറ്റവർക്കും മറിച്ചവർക്കും ഒക്കെ ഈ രക്തസാക്ഷിയുടെ കാര്യം പറയാനും സി പി എമ്മിനെ കുറ്റം പറയാനും എന്ത് അർഹതയാണ്? നമ്മൾ സി പി എമ്മിന്റെ ഭാഗമൊന്നും അല്ലെങ്കിൽ രക്തസാക്ഷികളായിട്ട് സി പി എമ്മിന്റെ ഭാഗമായിട്ട് ആര് വന്നിട്ടുള്ളവരും ഈ പറയുന്ന പുഷ്പന്റെ കാര്യം തന്നെ അറിയാമല്ലോ. ഒരുപക്ഷെ നീതു കണ്ണൂക്കാരിയാണല്ലോ. പുഷ്പനെ ഈ പറയുന്ന പോലെ ബാംഗ്ലൂരിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വീട്ടിലെ അവധിക്ക് വന്നതാണ്. നിങ്ങൾക്കറിയാം യഥാർത്ഥ കഥ ഞാൻ പറഞ്ഞുതരാം. അവധിക്ക് വീട്ടിൽ വന്നപ്പോൾ ഇതുപോലെ ഡിവൈഎഫ്ഐയുടെ ഒരു പരിപാടി, ഇയാൾ പാർട്ടി അനുഭാവിയാ, ഡിവൈഎഫ്ഐ അനുഭാവിയാ, ആ പരിപാടിക്ക് പോയതേ ഉള്ളൂ ആ പുഷ്പൻ. പാർട്ടിക്ക് ബാധ്യതയുള്ള ആളല്ല, യഥാർത്ഥത്തിൽ പാർട്ടിയുടെ സജീവ പ്രവർത്തനമല്ല. എന്നിട്ട് ആ പുഷ്പന് വീട് വെച്ചു കൊടുത്തു. പുഷ്പന്റെ അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും വെടിവെപ്പിൽ കണ്ടിട്ട് ചെയ്തു. ഇപ്പോഴും പുഷ്പന്റെ ആ വീട്ടിലെ കാര്യങ്ങൾ മറ്റും നോക്കുന്ന അവിടുത്തെ പാർട്ടിയാ. അതുപോലെ സഖാക്കൾ, പാർട്ടിക്കകത്ത് അവർ രക്തസാക്ഷികളായിട്ട് ഉണ്ടായിരിക്കുന്ന സഖാക്കള് പലരും ഉണ്ടല്ലോ. കണ്ണൂർ സി പി എമ്മിന്റെ അല്ല, കോൺഗ്രസിന്റെയും അല്ലെ ബി ജെ പിയുടെ ഒക്കെ ഉണ്ടല്ലോ. ബി ജെ പി നേതാക്കന്മാർ രഹസ്യമായിട്ടൊന്ന് ചോദിച്ചാട്ട്, ഈ രക്തസാക്ഷികളെ കുടുംബത്തിന്റെ ചോദിച്ചാട്ട് തിരിഞ്ഞും തിരുവഴി അവർ നോക്കത്തില്ല. സി പി എമ്മിന്റെ അങ്ങനാണോ? അവരുടെ ഭാഗമായിട്ട് രക്തസാക്ഷികളായിട്ടുള്ളവരുടെ കുടുംബത്തെ അവർ സംരക്ഷിക്കും. എത്ര പണം കൊടുത്താലും സംരക്ഷിക്കും, അത് പിരിവെടുത്താലും സംരക്ഷിക്കും, ഏത് രീതിയിലായാലും സംരക്ഷിക്കും. അപ്പൊ ആ രീതിയിലേക്ക് ആരും കരയണ്ട. അവരതിന്റെ കാര്യങ്ങൾ, അവരുടെ പാർട്ടിക്കകത്ത് രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടാക്കുന്നതാണെന്നൊന്നും ചോദിച്ചാൽ എനിക്ക് അതിനകത്ത് പറയാനൊന്നും പറ്റില്ല. സമരത്തിനകത്ത് സമരം പ്രശ്നമാകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കും. ഉണ്ടാക്കുന്നതാണോ എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനകത്ത് പറയാനില്ല. ഉണ്ടാക്കുന്നതല്ലെന്നാ ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സംരക്ഷിക്കുന്ന പാർട്ടി സി പി എമ്മേ ഉള്ളൂ. അപ്പൊ രക്തസാക്ഷികൾക്ക് വേണ്ടി ബാക്കി കോൺഗ്രസ്സുകാരനും അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലിനകത്തിരുന്ന് പറയുന്നവരും ഒന്നും കരയണ്ട, ബി ജെ പിക്കാരനും പറയണ്ട. അതിനകത്ത് വല്ലവരും ഉണ്ടെങ്കിൽ അവർക്ക് വല്ലതും ആ വീട്ടുകാർക്ക് ചാപ്പാടടിക്കാനുള്ള സംവിധാനവും ആ വീട്ടുകാരെ സംരക്ഷിക്കാനുള്ള സംവിധാനവും ചെയ്യുക. സി പി എം അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന റവടയുടെ കാര്യവും അവർ തീരുമാനിച്ചോളും. അവർക്കാണല്ലോ തീരുമാനിക്കാനുള്ള അധികാരം. റവട ചന്ദ്രശേഖരെ പരിശോധിക്കുമ്പോൾ അദ്ദേഹം പ്രഗത്ഭനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഉത്തരവാദിത്വം കൊടുക്കാൻ, പ്രധാനമന്ത്രിയുടെ കീഴിൽ കൊടുക്കാൻ കാരണമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതാണ്. അതുകൊണ്ടുകൂടിയാണ് കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിന്റെ സുരക്ഷാ ചുമതലയിട്ട് ക്യാബിനറ്റ് സെക്രട്ടറിയായി അദ്ദേഹം വന്നത്. പക്ഷേ അവിടെ നിന്നും കേരളത്തിന്റെ തലപ്പത്തേക്ക് കേരള പോലീസ് മേധാവിയായി റവട ചന്ദ്രശേഖർ എത്തുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ്. ഒരു സംസ്ഥാനത്തിന്റെ മുഴുവൻ ചുമതലയും അദ്ദേഹം വഹിക്കാൻ പോവുകയാണ്. സൈബർ ഗുണ്ടായിസം, അതുപോലെ സ്ത്രീകൾക്കെതിരായ അതിക്രമം, ഡ്രഗ്സിന്റെ ഉപയോഗം, അത്തരത്തിലുള്ളവയ്ക്കൊക്കെ കൂടുതൽ ഊന്നൽ നൽകും. അത്തരക്കാർക്കെതിരെ തക്ക നടപടി സ്വീകരിക്കും എന്നൊക്കെയാണ് രാവിലെ പോലീസിനെ അഡ്രസ് ചെയ്തുകൊണ്ട് സംസാരിക്കവേ റവട ചന്ദ്രശേഖർ ആദ്യമായി പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം റവട ചന്ദ്രശേഖർ രാഷ്ട്രീയപരമായും അല്ലാതെയും ഒക്കെ കേരളത്തിലെ മാധ്യമങ്ങളിലും രാഷ്ട്രീയക്കാർക്കിടയിലും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഉൾപ്പെടെ വലിയൊരു ചർച്ചാ വിഷയമാകുന്നു എന്നതും ശ്രദ്ധേയമാണ്. കേരളത്തിൽ മറ്റനേകം പോലീസ് മേധാവികൾ ഇതിനോടകം വന്നു പോയിട്ടുണ്ടെങ്കിലും റവട ചന്ദ്രശേഖറിനെ പോലെ ട്രെൻഡിങ്ങിൽ ഇടം പിടിച്ച ഒരു പോലീസ് മേധാവി ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ.